പെഹൽഗാമിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത് കുതിരസവാരിയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് പേര് നമുക്ക് പിറകെ വരും കേട്ടോ. 2500-3000 രൂപയൊക്കെയാണ് ഇവർ 2.5 മണിക്കൂർ കുതിരസവാരിക്ക് പറയുന്നത്. നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവർ തന്നെ പൈസ കുറച്ചോളും. അങ്ങനെ 500 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. വേണമെങ്കിൽ ഇനിയും കുറയും കേട്ടോ. പക്ഷെ 500 എനിക്ക് മാന്യമായ റേറ്റ് ആയിട്ടാണ് തോന്നിയത്. ഇതെൻ്റെ ആദ്യ കുതിരസവാരിയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ടായിരുന്നു. ഏതു നിമിഷം വേണമെങ്കിലും കുതിരപ്പുറത്ത് നിന്ന് വീണു പോകാം എന്ന സ്ഥിതിയിലാണ് കേട്ടോ ഞാനിരുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഒരു കയ്യിൽ ക്യാമറയും പിടിക്കുന്നുണ്ടായിരുന്നു. ഈ കുതിരപ്പുറത്ത് പോകുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടോ. പണ്ടത്തെ രാജാക്കന്മാരെല്ലാം എങ്ങനെയാണാവോ കുതിരപ്പുറത്ത് യുദ്ധം ചെയ്തത്. കാരണം ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ഒരു കുതിരയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ 4 വയസ്സാണ് എനിക്ക് കിട്ടിയ കുതിരയുടെ പ്രായം. അതിൻ്റെ വികൃതിയാണ് കാണിക്കുന്നത് എന്നാണ് കേട്ടോ കുതിരക്കാരൻ പറഞ്ഞത്. കുതിരപ്പുറത്തിരുന്ന ഓരോ നിമിഷവും പേടിയായിരുന്നു കേട്ടോ. ഈ കുതിരക്കാരന് കുതിരയെ നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ ഇതെങ്ങാനും എന്നെ പുറത്തു നിന്ന് താഴേക്കിട്ടാലോ എന്നായിരുന്നു കേട്ടോ എൻ്റെ പേടി. പക്ഷെ ചുറ്റുമുള്ള കാഴ്ചകൾ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മുകളിലെത്തിയതും കുതിരപ്പുറത്ത് നിന്നും മഞ്ഞിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടു. ഹോ, ഇവിടുത്തെ കാഴ്ചകൾ എനിക്കൊന്നും പറയാനില്ല. ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല. ഇതെല്ലാം ഒരു അനുഭവമാണ് കേട്ടോ. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഒരുപാട് നേരം ഞാൻ മഞ്ഞ് വാരി കളിച്ചു കേട്ടോ. എനിക്ക് എത്ര ചെയ്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അവസാനം ആ കുതിരക്കാരൻ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ. അയാൾക്ക് താഴെ എത്തണമെന്നും പറഞ്ഞ്. അപ്പോൾ കുതിരപ്പുറത്ത് കയറിയിട്ട് താഴേക്ക് തിരിച്ചു പോവാൻ കേട്ടോ. മേലോട്ട് വന്നതിനേക്കാളും പേടിയാണ് താഴോട്ട് പോവാനേ. കാരണം കുതിരയ്ക്ക് ഒട്ടും ബ്രേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരൊറ്റ ഓട്ടമായിരുന്നു.